യു കെക്കകത്ത് വല്ലപ്പോഴും ഉള്ളൂ സന്തോഷകരമായിട്ട് വല്ലതും ഉണ്ടാകത്തുള്ളൂ. എടുത്തു പറയണം, റിക്രൂട്ട്മെൻറ്റ് പരിപാടികൾ അവസാനിച്ചു. കാരണം പല ഏജൻസികളും ഇപ്പോഴും നാട്ടിൽ പറയുന്നുണ്ട്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ശരിയാക്കി തരാം. ഇന്ത്യൻ ഡോക്ടേഴ്സിൻ്റെ ഒരു ചാകര സ്ഥലമാണിത്. എല്ലാ കാലത്തും ഇവിടെ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കേരളൻ്റെ വിസ അടിക്കാന്ന് പറഞ്ഞാൽ 250 പൗണ്ട് വെച്ചാൽ മതി, അത്രേ ഉള്ളൊരു ഒരു കേരള വിസയുടെ ചാർജ് ഉള്ളൂ. ആ വിസയ്ക്കാണ് നാട്ടിൽ 7-8 ലക്ഷം രൂപ വാങ്ങിച്ചത്. അല്ലെ അവസാനം കേൾക്കുന്ന 20 ലക്ഷം രൂപ വരെയൊക്കെ കേട്ടോണ്ടിരുന്നത്. അത് എങ്ങോട്ടൊക്കെ പോയി ആ പൈസ ഇപ്പം. ഹലോ ഗൈസ്, എച്ച് കോച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഒരു സന്തോഷകരമായ വാർത്തയാണ് കേട്ടോ. യു കെക്കകത്ത് വല്ലപ്പോഴും ഉള്ളൂ സന്തോഷകരമായിട്ട് വല്ലതും ഉണ്ടാകത്തുള്ളൂ. അത് ഈ കഴിഞ്ഞ ഇടയ്ക്കായിട്ടുണ്ടായി വരുന്ന കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. നമ്മൾ സന്തോഷകരമായ വാർത്ത തപ്പി കിടക്കണം. ഇപ്പം സമ്മർ വന്നുകൊണ്ടല്ല, എന്നാലും സന്തോഷകരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ എന്നൊരു സമാധാനമുണ്ട്. വന്നിറങ്ങിയ ആൾക്കാർ മൊത്തം റീലിനകത്ത് കണ്ടതും ഫോട്ടോയ്ക്കകത്ത് കണ്ടതും പിന്നെ ഈ പ്രൊമോഷണൽ വ്ളോഗർമാർ പറയുന്നതായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് യു കെ എന്നുള്ളതിനെക്കുറിച്ച് കണ്ടത്. കേരള വിസയായിട്ടും നേഴ്സുമാരുടെ വിസയായിട്ടും ഭയങ്കര ഓപ്പണിങ് ഈ കോവിഡിൻ്റെ കാലം കഴിഞ്ഞ പോസ്റ്റ് കോവിഡ് എന്നാണ് വിളിക്കുന്നത്. ആ 2021 കാലത്തിന് ശേഷം ഇങ്ങോട്ട് ഒരു 3 വർഷത്തേക്ക് 2021, 22, 23, 24 ജസ്റ്റ് ഒരു പകുതി വരെ ഓടി നോക്കാം. 25 ആയപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റ് പരിപാടികൾ അവസാനിച്ചു. എടുത്തു പറയണം, റിക്രൂട്ട്മെൻറ്റ് പരിപാടികൾ അവസാനിച്ചു. കാരണം പല ഏജൻസികളും ഇപ്പോഴും നാട്ടിൽ പറയുന്നുണ്ട്, ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ശരിയാക്കി തരാം. നേഴ്സുമാർക്ക് ഞങ്ങൾക്ക് അവിടെ ജോലി ഉണ്ടാക്കി തരാം. കേരളമാർക്ക് ഞങ്ങൾക്ക് ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ കേരളമാരുടെ വേറെ അറേഞ്ച് ചെയ്ത് തരാം. പിന്നെ ഒസ്കിയുടെ എക്സാംസ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് വിസിറ്റിംഗ് വിസ എടുപ്പിച്ചിട്ട് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒസ്കി എക്സാം എടുപ്പിച്ചിട്ട് പിൻ നമ്പർ 2 ദിവസത്തിന് കൊണ്ട് തന്നിട്ട് നിങ്ങൾക്ക് ജോലി കണ്ടുപിടിച്ച് തരാം. ഇതൊക്കെ നടക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ആ ഒരു ഭയങ്കര അതിൻ്റെ ഏറ്റവും പുഷ്കലകാലം എന്ന് പറയുന്നത് ആ സാധനം കഴിഞ്ഞ്. അതാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സീൻ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് ഇവിടുത്തെ ഈ സംഭവത്തിന്, ഈ മാർക്കറ്റിൻ്റെ ആവശ്യകത എന്താണെന്ന് അറിയണം. ഇവിടെ എന്ന് പറയുന്നത് എൽഡർലി ആൾക്കാരെ, അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ കാലം കുറേ കൂടുതലാണ്, ലൈഫിൻ്റെ ലോങ്ങിറ്റിവിറ്റി കുറേ കൂടുതലാണ്, അങ്ങനെ വേണം പറയാൻ. നമ്മുടെ നാട്ടിൽ ഒരു 70കളിലോ 80കളിലോ മരിച്ചു പോകുന്ന മനുഷ്യർ നോർമലായിട്ട് അതൊരു വളരെ നോർമലാണ് അല്ലേ. നമുക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് 10 വർഷം 15 വർഷം 20 വർഷത്തിനുള്ളിൽ ആൾക്കാർ മരിക്കുന്നത് നോർമലായിട്ടൊരു കാര്യമാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പല കെയർ ഹോമിലും നോക്കുന്ന ആൾക്കാർ 90, 100, പിന്നെ 100 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ ഹൈപ്പുകൾ. ഈവൻ ഞാൻ നോക്കി എനിക്ക് തോന്നുന്നത് 107 വയസ്സ് വരെയുള്ള ആൾക്കാരെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. എൻ്റെ കെയർ ഹോമുകൾക്കകത്തൊക്കെ വന്നതിനകത്തൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കണം, ഇത്രയും കാലം ഇവിടെ ജീവിക്കുന്നുണ്ട് ആൾക്കാർ. ഇവർക്ക് വേണ്ടി സോഷ്യൽ സെക്യൂരിറ്റി എന്നൊരു ഭാഗം വേറെ ഉണ്ട്. അതായത് ഇവരുടെ ആ റിട്ടയർമെൻറ്റ് കാലം മുതൽ റിട്ടയർമെൻറ്റ് എടുത്തുന്ന ഒരു പല കാലഘട്ടങ്ങളിൽ പലതായിരുന്നു റിട്ടയർമെൻറ്റ് ഏജ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ റിവൈസ് ചെയ്ത് മാറി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റിന് ശേഷം സ്റ്റേറ്റ് പെൻഷൻ എന്ന സംഭവമുണ്ട്. അതായത് ഇവിടെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. സ്റ്റേറ്റ് പെൻഷൻ എന്നൊരു വസ്തുവിന് ഭൂരിഭാഗം പേർക്ക് അർഹത ഉണ്ടായിരുന്നൊരു കാലമുണ്ട്. അതല്ലാതെ നിങ്ങളുടെ വർക്ക് ചെയ്ത പെൻഷനുണ്ട്. നിങ്ങൾ NI നമ്പറിലേക്ക് നിങ്ങളുടെ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ് സമയം നിങ്ങളുടെ ഓരോ തവണയും സാലറി കിട്ടിയാത്ത പൈസയ്ക്കകത്തുള്ളൊരു നിശ്ചിത തുക ഗവൺമെൻറ്റിന് അടച്ചിട്ട് ഗവൺമെൻറ്, പോലീസ്, ആരോഗ്യം, പട്ടാളം, കൺസ്ട്രക്ഷൻ, പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പല ഡിവിഷനുകളുണ്ടല്ലോ. ഈ ഡിവിഷനുകൾക്കെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോ പൈസ തിരിച്ചു കൊടുക്കും. നമുക്ക് ഓരോ വർഷം തുടക്കത്തിൽ വരും നിങ്ങളുടെ കൗൺസിൽ ടാക്സ് എത്രയാണ്, നിങ്ങളുടെ NI നമ്പറിനകത്ത് എടുക്കുന്ന നിങ്ങളുടെ പൈസകൾ എങ്ങനെയാണ് ഞങ്ങൾ വിനിയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞൊരു ലെറ്റർ വരും. നമുക്ക് കറക്റ്റ് കാണാം. ഇപ്പം നിങ്ങളുടെ കൗൺസിൽ ടാക്സ് ഇത്ര രൂപയാണെങ്കിൽ ആ ഇത്ര രൂപയ്ക്ക് ആർക്കൊക്കെ എത്ര കിട്ടുന്നു എന്ന് വരെ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അതിനകത്ത്. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം ഈ ഫണ്ട് ഉണ്ടാക്കുന്നത്. അല്ലാതെ നിങ്ങളുടേത് പിടിച്ചു വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് റിട്ടയർമെൻറ്റ് കാലത്ത് നോക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞ സിസ്റ്റം ഒന്നും ഇവിടില്ല. അവർ കാലങ്ങളോളം നിങ്ങളുടെ ഇതൊരു ഫണ്ട് എടുക്കുന്നു. ആ ഫണ്ട് അവർ പെൻഷൻ സ്കീമായിട്ട്, പെൻഷൻ പോട്ടെന്ന് തന്നെ വിളിക്കുന്നത്, പെൻഷൻ പോട്ടായിട്ട് സൂക്ഷിക്കുന്നു. ആ പെൻഷൻ പോട്ടിനകത്തുനിന്ന് നിങ്ങൾ റിട്ടയർമെൻറ്റിൻ്റെ കാലത്ത് എത്തിക്കഴിയുമ്പോൾ മുതൽ നിങ്ങൾക്കൊരു നിശ്ചിത തുക തന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി വർക്ക് ചെയ്യുന്നത്. ഇതിന് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ അക്കൗണ്ടിനകത്ത് പൈസ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഇവരുടെ ഈ സർവീസ് കിട്ടാൻ വേണ്ടി, ഇവരുടെ ഈ സോഷ്യൽ സെക്യൂരിറ്റി കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ ഭയങ്കര പ്രായമായി, നമുക്ക് ഒരു മാസം കിട്ടിക്കൊണ്ടിരുന്ന 1500 രൂപയാണെന്ന് വെച്ചു. ഉദാഹരണമാണ്, കറക്റ്റ് എക്സാക്റ്റ് എമൗണ്ട് അല്ല, 1500 രൂപയാണെന്ന് വെച്ചു. അതുകൊണ്ട് തൽക്കാലം തട്ടിമുട്ടി ജീവിച്ചു പോകാൻ പറ്റും. പക്ഷേ അത് നമുക്ക് ജീവിക്കാൻ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരുന്നു. ആരോഗ്യം ഇവിടെ ഫ്രീ ആണ്. ഇവിടുത്തെ NHS ഉൾപ്പെടെ എല്ലാ സകല സാധനങ്ങളും ഫ്രീ ആണ്. ഹോസ്പിറ്റലിൽ പോകുന്ന ഫ്രീ ആണ്, മെഡിക്കേഷൻ ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. ഈവൻ മെഡിക്കേഷൻ കൈ കിട്ടുന്നത് പോലും പ്രായമായവർക്ക് ഫ്രീ ആണ്. എൽഡർലിക്ക് ഇത് ഫ്രീ ആണ്. എൽഡർലി, ഗർഭിണികൾ, കുട്ടികൾ, ഇവർക്കിത് ഫ്രീ ആണ്.
അപ്പോൾ ഓർത്തോണം, ഒരു പ്രായമാകുമ്പോൾ ഒരു മനുഷ്യന് വേണ്ടത് 1 സമയത്ത് ഫുഡ് കിട്ടണം, 2 രോഗം വന്നാൽ ആശുപത്രി പോകാൻ പറ്റണം, 3 കിടപ്പാടം എന്ന് പറഞ്ഞ വസ്തു ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ സെക്യൂരിറ്റി അല്ലേ. ബാക്കി ഇവിടുത്തെ ക്ലീൻ ആയിട്ടുണ്ട്, അതായത് ക്ലീൻ എയർ, ക്ലീൻ വാട്ടർ, ക്രൈം റേറ്റ് കുറവുള്ള ഒരു എൻവയൺമെൻറ്റ്, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറും നമ്മൾ ജീവിക്കുന്ന പോപ്പുലേഷനും നമ്മളെ അപായപ്പെടുത്തുന്നതായിരിക്കരുത്. നമ്മളെ എന്നും കയറി കുത്തി കവർന്നിട്ട് നമുക്ക് ഓർക്കാപ്പുറത്ത് രാത്രി വീഴ്ച കയറിയിട്ട് നമ്മുടെ വീട് കട്ടുകൊണ്ട് പോകുന്ന ഒരു ടൈപ്പുള്ള ജീവിതമായിരിക്കരുത്. ഈ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഓൾറെഡി. ക്ലീൻ എയർ, ക്ലീൻ വാട്ടർ, ഈ പറഞ്ഞ സോഷ്യൽ സെക്യൂർഡ് ആയിട്ടുള്ള ലൈഫ് എന്ന സംഭവം ഇവിടെ ക്ലീൻ ആയിട്ട് നടക്കുന്നുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. പിന്നുള്ള ആശങ്കകളാണ് ഒരു മനുഷ്യന് എന്തൊക്കെ കിട്ടണം, എനിക്ക് സമയത്ത് ഫുഡ് കിട്ടണം, നോക്കാൻ ആളുണ്ടോ ഇല്ലയോ, അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. എനിക്ക് സമയത്ത് ഫുഡ് കിട്ടണം, എനിക്ക് സമയത്ത് കഴിക്കാനും കുടിക്കാനും പറ്റണം, എനിക്ക് ഒരു അസുഖം വന്ന് ആശുപത്രി പോകാൻ പറ്റണം, അത് എൻ്റെ മുകളിൽ വലിയ ചിലവായിട്ട് വന്ന് കയറരുത്. അങ്ങനെയാണ് ഈ സിസ്റ്റം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സമയത്ത് ഫുഡ് കിട്ടാനുള്ള വകുപ്പിലാണ് അവർ ആ കാശ് തരുന്നത്. നിങ്ങൾ രാവിലെ ഇറങ്ങി ഫെറാറി ഓടിച്ചൊരിടത്തും പോകാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് 1000 പൗണ്ടല്ലേ 1000 പൗണ്ട് അടുത്തുള്ള പെൻഷൻ കാശ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് ഇവിടുത്തെ നിങ്ങളുടെ ജീവിത ചെലവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത് നടക്കും, ആ സംഭവം ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഈ സിസ്റ്റത്തിൽ കൂടെ പോകുമ്പോഴത്തേനും ഇപ്പോൾ ഈ കിട്ടുന്ന ഇതിനെ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നത്. ഏതൊരു പരിഷ്കൃത രാജ്യത്തിൻ്റെയും ഇങ്ങനത്തെ ടൈപ്പിലുള്ള ഒരു മോഡസ് ഓപ്പറാൻഡി വന്നു കഴിയുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്ന സുരക്ഷ എന്ന് പറയുന്നത്, പ്രായമായാലും എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഗവൺമെൻറ് നോക്കിക്കോളൂ എന്നെ. അതാണ് അടുത്ത സ്റ്റേജ്. എനിക്ക് റിട്ടയർമെൻറ്റ് വില്ലയ്ക്കകത്ത് താമസിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവത്തിനകത്ത് ഞാൻ താമസിക്കുന്നു, സ്വന്തം വീടായിരിക്കാം, എന്തുമായിരിക്കാം, പക്ഷേ ഇനി എന്നെ നോക്കാൻ ആരുമില്ല, എനിക്ക് എൻ്റെ വേറെ പൈസയൊന്നുമില്ല, എനിക്ക് അങ്ങനെ വലിയ പൈസ കൊടുത്തൊരു കെയർ ഹോമിൽ കിടക്കാനുള്ള പൈസയില്ല. കെയർ ഹോം എന്ന് പറഞ്ഞാൽ നല്ല പൈസയുള്ളൊരു പരിപാടിയാണ്. പക്ഷേ ഞാൻ പറയാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്ന വേറൊരു പോയിന്റിലേക്കാണ്. നിങ്ങളുടെ ഈ പൈസ ഇല്ല, 23,000 പൗണ്ടിൽ താഴെയാണ് നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ അക്കൗണ്ടിലുള്ളതെങ്കിൽ ഗവൺമെൻറ് അതിനൊരു DST എന്ന് വലിയൊരു സംഭവമുണ്ട്, റിവ്യൂ ഉണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ റിവ്യൂ കണക്കൂട്ടിക്കും. അങ്ങനെ റിവ്യൂ വെച്ച് ഗവൺമെൻറ് തീരുമാനിക്കുന്നു നിങ്ങൾക്ക് എന്തൊക്കെ നീഡുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, നിങ്ങളുടെ സൈഡിൽ എത്ര സമ്പാദ്യം ബാക്കിയുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടോ. ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് കാണുകയാണെങ്കിൽ ഗവൺമെൻറ് നിങ്ങളുടെ ചിലവെടുത്തിട്ട് നിങ്ങളെ ഒരു കെയർ ഹോമിലേക്ക് പ്ലേസ് ചെയ്യുന്നു. മരണം വരെയും നിങ്ങൾക്ക് അവിടെ താമസിക്കാം. നിങ്ങളുടെ ഫണ്ടിങ് കൊടുക്കുന്നത് ഗവൺമെൻറ്റാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം ഓടുന്നത്. അത് എന്ത് ക്ലീൻ ആൻഡ് ടൈഡി ആണെന്ന് ഓർക്കണം. അതിന് അർഹതയില്ലാത്ത ആരുമില്ല. ഇപ്പോൾ കുറച്ച് കാലത്തിനായിട്ട് ഇപ്പോൾ കുറേ ഇതൊക്കെ ഉണ്ട്, ഇവർ കഴിവതും കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും വഴിയിലെടുത്തും കിടപ്പില്ല. പ്രായമായൊരു മനുഷ്യൻ വഴി കൂടെ തെണ്ടി കിടക്കുന്നൊരു പരിപാടി ഇവിടെ ഇല്ല. നിങ്ങൾക്ക് പ്രായമായോ, നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളെ നോക്കാൻ ഒരാളില്ലാത്തൊരവസ്ഥ വന്നോ എങ്കിൽ നിങ്ങൾക്കൊരു കെയർ ഹോം അവൈലബിൾ ആയിരിക്കും. ഗവൺമെൻറ് ഇത് കണ്ടുപിടിച്ച് തരും. ഇതിന് മുകളിൽ കിടക്കാനൊരു കൂര, കഴിക്കാൻ ഇച്ചിരി ഫുഡ്, ചികിത്സിക്കാൻ സമയത്ത് സൗകര്യങ്ങൾ എന്നുള്ളതിനപ്പുറം നിങ്ങൾക്ക് എന്ത് സെക്യൂരിറ്റിയാണ് 80 വയസ്സ് വേണ്ടത്? ഇതാണ് ഈ രാജ്യത്തിൻ്റെ സ്ട്രക്ചർ. ഇനി ഈ ഒരു സ്ട്രക്ചറിനകത്ത് എന്താണ് നമ്മൾ, അതായത് ഫോറിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്ട്രക്ചറിനകത്ത് ഇവർക്ക് എപ്പോഴും ഈ കെയർ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഒരു വലിയ സെറ്റ് ഓഫ് പീപ്പിളിനെ വേണം. ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് നേഴ്സുമാരാകാൻ പഠിക്കുന്ന കുറവാണ്, കാരണം ഇതൊരു സ്ട്രെസ്ഫുൾ ജോബാണ്. ഇവർക്ക് ഈസി ആയിട്ട് 100 കണക്കിന് ജോബുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ ഇവിടുത്തെ വലിയ ജോബാണ്. IT ഇവിടെ ഇപ്പോഴും ഓടുന്നത് നന്നായിട്ട് തന്നെ. അങ്ങനെ ഓരോ സെക്ടറിനകത്തും ഇവർക്ക് ജോബ് അവൈലബിൾ ആണ്. പിന്നെ അതിന് മാത്രമുള്ള യങ്സ്റ്റേഴ്സൊന്നും ഇവിടെ ഇല്ല. അത് എല്ലാ ഫാമിലി 5-6 പിള്ളേരെ ഉണ്ടാക്കി വെക്കുക അല്ലായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഓട്ടോമാറ്റിക്കായിട്ടും ഇവർക്ക് മാൻ പവർ വേണ്ടി വരുന്നു എപ്പോഴും. അത് പ്രത്യേകിച്ചും ഇവർക്ക് ബുദ്ധിമുട്ടുള്ള ജോബുകളായിട്ടുള്ള കെയർ ജോബ്, നേഴ്സിംഗ് ജോബ് പോലത്തെ ജോബുകൾക്കകത്ത് ഇവർക്ക് എപ്പോഴും വെളിയിൽ നിന്നുള്ള സർവീസ് വേണ്ടി വരുന്നു. അങ്ങനെയാണ് നമ്മുടെ പോലത്തെ തേർഡ് വേൾഡ് കൺട്രികൾ, അത് വികസിത രാജ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ഓപ്പണിങ് കൊടുക്കാനുള്ള കാരണം. ഇന്ത്യൻ ഡോക്ടേഴ്സിൻ്റെ ഒരു ചാകര സ്ഥലമാണിത്. എല്ലാ കാലത്തും ഇവിടെ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നേഴ്സുമാർക്ക് പേരില്ലെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത നേഴ്സിനെ ഓർത്തിരിക്കത്തൊന്നുമില്ല പേര് വെച്ച്. പക്ഷേ ഇന്ത്യൻ നേഴ്സുമാർ ഇവരുടെ കമ്മ്യൂണിറ്റിക്കകത്ത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അത് വ്യാപകമായ ഓരോരോ കാലഘട്ടങ്ങളുണ്ട്. ആദ്യത്തെ കുടിയേറ്റം, രണ്ടാമത്തെ കുടിയേറ്റം, മൂന്നാമത്തെ കുടിയേറ്റം, അങ്ങനെ പല കുടിയേറ്റങ്ങളുടെ കാലഘട്ടം പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള കുടിയേറ്റമാണ് നിങ്ങൾ ഈ പോസ്റ്റ് കോവിഡ് എന്ന് കേട്ടിരിക്കുന്ന ഈ കാലം. ഈ കാലത്താണ് നമ്മളിപ്പം ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്ത് തുടങ്ങിയത്. ആൾക്കാർ ഇത്രയും വഞ്ചിക്കപ്പെടുന്ന ഒരു സംഭവം തുടങ്ങി. ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം ഇല്ല. വിസ എടുത്ത് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആരെന്നാ നിങ്ങളെ വഞ്ചിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജോബ് ഉണ്ടെന്നേ, നിങ്ങൾക്ക് ജോബ് കിട്ടും. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് പോകാൻ വയ്യാത്തൊരു സ്ഥലമില്ല. എപ്പോഴും നിങ്ങൾക്ക് ഓപ്പണിംഗ് ആയിട്ടൊരു ഡോറ് കാണും. ഈ ഡോറ് കിട്ടിയിട്ട് ആ ഡോറ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അങ്ങനെ സ്ഥലം കാണും. അത്രയും വലിയൊരു കൺട്രിയും അത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലം വരുന്നത്. അവിടെയാണ് ഈ കോസ്റ്റ് കോഡ് കഴിഞ്ഞ് വന്നിട്ടുള്ള കെയർമാരുടെയും നേഴ്സുമാരുടെയും പുതിയ തള്ളിക്കയറ്റം വന്നു. അതിനകത്ത് ഇക്കണ്ട ഏജൻറ്റുകൾ മുഴുവൻ കയറി കിടന്ന് കളിച്ച്, ആ ഏജൻറ്റുകൾ മൊത്തം ചുമ്മാ ഒരു ദിവസം രാവിലെ കൊണ്ട് പൊങ്ങി വന്നതല്ല, വളരെ വിദഗ്ധമായിട്ട് ഇവിടെ ഉള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്തു. ഇവിടെ കെയർ ഹോമുകൾ നടത്തുകയും ബിസിനസ്സുകൾ നടത്തുകയും ചെയ്യുന്ന ആൾക്കാരെ കൺവിൻസ് ചെയ്തു. നിങ്ങൾ സ്പോൺസർഷിപ്പ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ സ്പോൺസർഷിപ്പിലോട്ട് ആളെ കൊണ്ടുതരാം, നിങ്ങൾക്ക് ഒരാളെ കൊണ്ടുതരുന്നതിന് ഞങ്ങൾക്ക് ഇത്ര രൂപ തരണം.
ഞങ്ങൾ അവരുടെ നിന്നും പൈസ വാങ്ങിക്കും, നിങ്ങളുടെ നിന്നും പൈസ വാങ്ങിക്കും. അത് പറഞ്ഞും പറയാതെയും ചെയ്തിട്ടുണ്ട്. അതായത് വെറും ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കെയറിന്റെ വിസ അടിക്കുക എന്ന് പറഞ്ഞാൽ 250 പൗണ്ട് വെച്ചാൽ മതി. അത്രേ ഉള്ളൊരു ഒരു കെയർ വിസയുടെ ചാർജ് ഉള്ളൂ. ആ വിസയ്ക്കാണ് നാട്ടിൽ 7-8 ലക്ഷം രൂപ വാങ്ങിച്ചത്. അല്ലെ അവസാനം കേൾക്കുന്ന 20 ലക്ഷം രൂപ വരെ കേട്ടുകൊണ്ടിരുന്നത്. അത് എങ്ങോട്ടൊക്കെ പോയാൽ പൈസ ഇപ്പം ഇത് ഏജന്റിന്റെയും സിംഹഭാഗം പോയ സ്ഥലങ്ങളുണ്ട്, സിംഹഭാഗവും ഏജന്റിന്റെയും പോയ സ്ഥലങ്ങളുണ്ട്. ചിലതൊക്കെ ഈ കെയർ ഹോമുകൾക്കും കൊടുക്കും. മനസ്സിലായി? അങ്ങനത്തെ കെയർ ഹോമിലോട്ട് കൊണ്ടുവരുന്നതിനകത്ത് കെയർ ഹോമിൽ കൊടുക്കും. ഞാൻ NHS എടുത്ത് പറയുന്നില്ല. NHSന്റെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എന്താണ് NHSനകത്ത് NHS ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളാനെ കളിച്ച കളിയുടെ റിക്രൂട്ട്മെന്റ് കളികളുടെ യുക്തി എന്തുവാന്നുള്ളത് അത് കേട്ടിട്ടില്ലാത്തവർ എന്താണ് NHS ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ നാട്ടിൽ വന്നിട്ട് കാണിച്ച റിക്രൂട്ട്മെന്റ് പ്രഹസനം അല്ലെ അതിനകത്ത് അഴിമതി എന്തോന്നാണ് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഞാനിപ്പോൾ പറയുന്നത് പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ച്. പ്രൈവറ്റ് സെക്ടറിൽ ഈ പറയുന്ന പ്രായമായവർക്ക് വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ നമ്മുടെ വയോജന മന്ദിരങ്ങൾ എന്ന് പറയുന്ന വൃദ്ധസദനങ്ങളൊക്കെ പറയുന്ന പോലത്തെ വേറൊരു സ്റ്റൈൽ. പക്ഷേ അതൊരിക്കലും നമ്മൾ അവിടെ ചെന്നിച്ചും സാർ മാഡം എന്ന് വിളിക്കത്തില്ല അവരെ. കാരണം അവരവിടുത്തെ ക്ലയന്റ് അല്ല. നമ്മൾ ക്ലയന്റ് ആണെങ്കിലും അവരുടെ ക്ലയന്റ് എന്നാണ് അവർ അറിയപ്പെടുന്നതെങ്കിലും രേഖകളിൽ അത് അവരുടെ വീടാണ്. അവർ പ്രായമാകുമ്പോൾ താമസിക്കാൻ വന്ന വീടാണത്. അവിടെ നമ്മൾ അവരുടെ കൂട്ടത്തിൽ നമ്മൾ അവരെ കെയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരായിട്ടാണ്. നമ്മൾ സ്റ്റാഫ് തന്നെയാണ്. പക്ഷെ ഒരിക്കലും നമ്മളെ ഒരു തേർഡ് റേറ്റ് നീ മറ്റിടത്തുനിന്ന് വന്നവൻ എന്നുള്ള പോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിവതും അല്പ സംസ്കാരമുള്ള ഒരാൾ പോലും ചെയ്യത്തില്ല. ഡിമെൻഷ്യക്കാർ അടിപിടിക്കുന്ന കഥയല്ല പറഞ്ഞത്. പക്ഷെ സംസ്കാരമുള്ള ഒരു ഇംഗ്ലീഷുകാരന് നമ്മോട് അങ്ങനെ പെരുമാറത്തില്ല. കാരണം അവർക്കറിയാം ഐ നീഡ് യുവർ ഹെൽപ്പ്. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ടാണ് നീ എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു ബോധം അവർക്കുണ്ട്. അപ്പം ഇത് ഈ ഒരു ഗ്രൗണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക, കെയർമാരെ വേണ്ടേ? അപ്പം ആ ഫീൽഡിൽ വലിയൊരു ഓപ്പണിങ് കിടക്കുക. കാരണം ഈ കോവിഡിൻ്റെ തൊട്ട് മുമ്പാണ് ബ്രെക്സിറ്റ് വരുന്നത്. ബ്രെക്സിറ്റ് എന്ന് പറയുന്ന സംഭവം ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സാമ്പത്തിക സുരക്ഷാ മേഖലയ്ക്കകത്ത് ഈ ബ്രിട്ടനും ഒരു കണ്ണിയായിരുന്നു. പക്ഷേ ബ്രിട്ടൻ്റെ പ്രശ്നം അന്നത്തെ കാലത്ത് ഈ യൂറോപ്യൻ യൂണിയനകത്ത് ഏതവന് പൈസ ഇല്ലെങ്കിലും അവനുടെ കൈ പൊക്കും. ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ എന്ന് പറഞ്ഞ കുറേ സാമ്പത്തിക അച്ചുതണ്ട് ശക്തികളുണ്ട്. ഇവന്മാർ വഴി കൂടെ പോകുന്ന ഏതൊരുത്തിൻ്റെ കയ്യിൽ പൈസ തീർന്നാൽ, ഗ്രീസ്, ഇറ്റലി, ഏതവൻ്റെ പൈസ തീർന്നാലും ഈ യൂറോപ്യൻ യൂണിയൻ്റെ റൂളിൻ്റെ ഭാഗം ഈ ട്രീറ്റിയുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ റൂളുണ്ട്. നിങ്ങൾ 10 പേര് കൂടി നിൽക്കുന്നു, 10 പേർക്കകത്ത് 2 പേർക്ക് പൈസ ഇല്ലാതെ പോയാൽ ബാക്കിയുള്ളവരുടെ കൂടി പിരിവെടുത്തവനെ സഹായിക്കും. അല്ലെ ലോൺ കൊടുക്കുന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഇത് കൂടി വന്ന് ബ്രിട്ടൻ അവസാനം ഈ ബാധ്യത എന്തിനെടുക്കുന്നു, ഞങ്ങളുടെ ആൾക്കാരുടെ ടാക്സ് പേയിങ് മണി എടുത്ത് ഞങ്ങൾ എന്തിനു നാട്ടുകാരെ സഹായിക്കുന്നു എന്നൊരു ചോദ്യം വന്നിട്ടാണ് ഈ ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു വെളിയിൽ പോകുന്നത്. അപ്പോൾ അതിനകത്ത് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ യൂറോപ്യൻ യൂണിയനകത്ത് ഇക്കണ്ട രാജ്യങ്ങൾ, ഷെൻഗൻ കൺട്രീസ് എന്ന് പറയും, ഇതിങ്ങനെ പരന്ന് കിടക്കുന്ന 10-25 രാജ്യങ്ങൾക്കകത്ത് ആർക്ക് വേണ്ടി എപ്പോൾ വേണ്ടി ഇവിടെ വന്നിറങ്ങാം. വെറും 20 പൗണ്ട് ഒരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങാം. ഒരു വിമാനത്തിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഫ്രീ ട്രാവൽ, ഫ്രീ വർക്ക്, ഫ്രീ വിസയാണ്. അവർക്ക് ബോർഡേഴ്സ് ഇല്ല. വിത്തൗട്ട് ബോർഡേഴ്സ് അവർക്ക് എവിടെ വേണ്ടി യാത്ര ചെയ്യുകയും എവിടെ വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമായിരുന്നു. ഞാനൊക്കെ വന്ന കാലത്ത് അങ്ങനെയാണ്. ഈ യൂറോപ്യൻ യൂണിയൻ മൊത്തം അങ്ങനെയായിരുന്നു. ബ്രെക്സിറ്റ് വന്നതോടെ കുറേയേറെ ആൾക്കാർ സ്വയം ചിന്തിച്ചു, യൂറോപ്യൻ യൂണിയൻ ഇവിടെ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കുറേയേറെ ആൾക്കാർ അവർ വർക്ക് ചെയ്ത് മൊത്തം അൺസ്കിൽഡ് വർക്കുകളിനകത്ത് ആ ഒരു ഭൂരിഭാഗം പേരും ഉണ്ടായിരുന്നത്. അങ്ങനെ നിന്ന സ്ഥലത്തു നിന്നാണ് ഇവർ തീരുമാനിക്കുന്നത് ബ്രെക്സിറ്റ് ഞങ്ങൾ യൂറോപ്യനകത്ത് ഇറങ്ങിപ്പോയിരുന്നു, ഞങ്ങൾക്ക് നിങ്ങളുടെ സേവനം വേണ്ട. ഉടനെ ഈ കണ്ട ആൾക്കാർക്ക് മൊത്തം മനസ്സിലായത് സേവനം വേണ്ടേ, എന്നാൽ പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുക. കാരണം ഇവർ പിന്നെ വിസ എടുക്കണമെന്ന് റൂൾ കൊണ്ടുവന്നു. ഉടനെ ഇവരെല്ലാം തിരിച്ചു പോയി. അങ്ങനെയാണ് ബ്രെക്സിറ്റ് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ലേബർ മാർക്കറ്റ് അങ്ങ് ഓപ്പണായി. കാരണം ഇത്രയും വേക്കൻസികൾ കിടക്കുക, ഈ ആൾക്കാർ നഷ്ടപ്പെട്ടു പോയ ഏരിയ മൊത്തം വെറുതെ കിടക്കുന്നു. പിന്നെ അതിന് തൊട്ട് കുറേ കോവിഡ് വരുന്നത്. ഇങ്ങനെ കെയർ മാർക്കറ്റിനകത്ത് ഇത്രയും ഓപ്പണിങ്, ഇത്രയേറെ ജോബ് ഓപ്പർച്യൂണിറ്റികൾ അവൈലബിൾ ആയിരുന്ന കാലത്താണ് ഇവർക്ക് ചിന്ത വരുന്നത് എന്തുകൊണ്ട് 2012 കാലഘട്ടത്തിൽ നിർത്തിയ ഏഷ്യൻ വിസകൾ, അത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയുള്ള ജോബ് മാർക്കറ്റ് വീണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാനെന്താണ്. അങ്ങനെയാണ് ഈ സ്റ്റുഡൻറ്റ് വിസയും വീണ്ടും ഈ ജോബ് മാർക്കറ്റ് ഇവർ ഓപ്പൺ ചെയ്യുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇവർക്ക് ഫില്ല് ചെയ്യേണ്ട എല്ലാ സംഭവങ്ങളെയും ക്രീം ഓഫ് ദ പീപ്പിളിനെ എടുത്തിട്ട് ബാക്കിയുള്ളവരെ കളയാൻ വേണ്ടി തന്നെയാണ് ഇത് ഓപ്പൺ ചെയ്തത്. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേറെ യാതൊരു ഉദ്ദേശവും ഇവിടെ. അല്ലാതെ നിങ്ങളെ ആരെയും പഠിപ്പിച്ചിട്ട് നാളെ മിടുക്കരാക്കിയിട്ട് നിങ്ങളുടെ രാജ്യത്തോട്ട് തിരിച്ചയച്ച് ആ രാജ്യം വലുതാക്കാൻ വേണ്ടി അല്ല അവരത് ചെയ്തത്. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. അതെല്ലാ കാലത്തും അവരത് തന്നെ ചെയ്യുന്നത്. അവരുടെ മാർക്കറ്റ് ഓപ്പൺ ആക്കും, ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കയറും. ഈ സ്റ്റുഡൻസിനകത്ത് കഴിവുള്ളവരിവിടെ ജോലി കിട്ടും. അതാണ് ഇതിനകത്ത് ഉത്തരം. ഇവിടെ വന്ന് നിങ്ങൾ സർവൈവ് ചെയ്ത് നിങ്ങൾ തപ്പി നിങ്ങൾ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ജോബിനകത്തോട് കയറാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോബ് ഉണ്ട്. ആ ജോബ് എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇതാണ് ബേസിക്കലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏക കാര്യം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഇപ്പോൾ ഈ UK മാർക്കറ്റിനകത്ത് ഈ കഴിഞ്ഞ മൈഗ്രേഷനകത്ത് സംഭവിച്ചിരുന്ന പാളിച്ചകളെ അത് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു. ഇപ്പോൾ സിനിമ ഇറങ്ങുമ്പോൾ പ്രതീക്ഷ എന്ന് പറഞ്ഞില്ലേ, ഇതാദ്യം വരുന്ന ആൾക്കാർക്ക് എപ്പോഴും മാർക്കറ്റ് അങ്ങ് കിടക്കുക. അതായത് അവൻ്റെ ഒരു ജോലിക്ക് വേണ്ടി 200 അവസരങ്ങൾ കിടക്കുവാണ്. അപ്പോൾ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് വ്ലോഗ് ഇടും. അവൻ പറയുന്നിടത്തന്നെ അവൻ തള്ളി മറിക്കും. ഇവിടെ മൊത്തം സൂപ്പറാണ്, അവിടെ അത് നടക്കുന്നത് ഇത് നടക്കുന്നത്, ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റി. പ്രതീക്ഷ കൂടിയ ഹൈപ്പ് അടിക്കുകയാണ്, ട്രെയിലർ അടിച്ചടിച്ച് കയറ്റുക. ഗവൺമെൻറ്റും വേണ്ടത്ര പുഷ് ചെയ്യും. അങ്ങനെ ആദ്യത്തെ 2000 പോസ്റ്റ് കോവിഡ് കഴിഞ്ഞ് ജസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് തുടങ്ങിയ വർഷം അടിപൊളിയാണ്, കാര്യങ്ങൾ സൂപ്പറാണ്. നിങ്ങൾക്ക് എവിടെ വേണം, ആൾക്കാരൊക്കെ നാട്ടിലൊക്കെ വിളിച്ച് ചോദിക്കുന്നത് ഞാൻ ലിവർപൂളിന് പോകണോ ബ്രിസ്റ്റോളിന് പോകണോ
പോർട്സ്മൗത്തിൽ പോകണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അങ്ങനെ ഏജൻസി പറയുന്നത് ഇത്രയും അവസരങ്ങളുണ്ട്, 3-4 ഹോസ്പിറ്റലിൽ വേക്കൻസി ഉണ്ട്, എവിടോട്ട് ചൂസ് ചെയ്യണമെന്നാണ് പറയാൻ പറയുന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്തെ വേക്കൻസികൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പം വെയിൽസിൽ നിൽക്കുന്നവന് ഇംഗ്ലണ്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ വേക്കൻസി ഇല്ല. അത് ആ അവസ്ഥയിൽ വന്നു. ഇവിടുന്ന് സ്കോട്ട്ലൻഡിൽ പോയവന് തിരിച്ച് ഇംഗ്ലണ്ടിലോട്ട് വരണമെന്നുണ്ട്, പറ്റുന്നില്ല. കാരണം വേറൊരു വേക്കൻസി കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ ഗ്രാമങ്ങൾക്കകത്ത് പോലും കണ്ടുപിടിക്കാൻ വയ്യാത്തവണ്ണം ടൈറ്റായിപ്പോയി. ഇവിടെയാണ് വീണ്ടും ഇത്രയും ഞാൻ പറഞ്ഞത് മൊത്തം എന്തുവാണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷം ഇവിടെ നടന്നെന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ സമഗ്രമായിട്ട് പറയുകയാണ് ഒരു പിക്ചർ. എൻ്റെ ഒരു അറിവ് പറയുന്നേ ഉള്ളൂ. ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ച് പറയുന്ന സ്റ്റൈലുള്ളൊരു ജേർണലിസ്റ്റ് ഒന്നും അല്ല ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഈ പുറമേ നടക്കുന്ന സോഷ്യൽ കാര്യങ്ങളെ കാണുന്ന എൻ്റെ ഒരു വ്യൂ പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ഇതിലെ വഞ്ചന? ഈ വന്നു കയറിയ ആൾക്കാർ വഞ്ചിക്കപ്പെട്ട ഒത്തിരിയേറെ സ്ഥലങ്ങളുണ്ട്. അതെങ്ങനെയെന്നുള്ളത് ആ ആൾക്കാർക്ക് വളരെ പതുക്കെയാണ് മനസ്സിലായതേ ഉള്ളൂ. ഈ കെയർമാർക്കായിക്കോട്ടെ, നേഴ്സുമാർക്കായിക്കോട്ടെ, എന്തുവാണ് ഞങ്ങൾ വഞ്ചിക്കപ്പെട്ട അവസ്ഥ എന്നുള്ളവർക്ക് പിടികിട്ടിട്ടില്ലായിരുന്നു. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ വിസ കഴിഞ്ഞ് 2ാമത്തെ വിസയിലോട്ട് എത്തണം. ഞാൻ ആ പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ വിവരിക്കുന്നു. നമ്മൾ 5 വർഷമാണ് PR. 5 വർഷമാണ് ഇവിടുത്തെ PR, പെർമനന്റ് റെസിഡൻസി എന്ന് പറഞ്ഞ സംഭവം എടുക്കാൻ വേണ്ടി നമ്മൾ നിൽക്കേണ്ട 5 വർഷമാണ്. നമുക്ക് വിസ അടിക്കുന്നത് ഒന്നുകിൽ 3 വർഷത്തിന് അല്ലെങ്കിൽ 5 വർഷത്തിന്. ഇങ്ങനെയാണ് സാറിന് അടിക്കുന്നത്. 5 വർഷത്തിന് വിസ അടിച്ച് കിട്ടിയ സെറ്റപ്പ് ഒന്നും അറിയണ്ടല്ലോ. 5 വർഷം ആ ആൾക്കാരുടെ കൊടുത്ത് അങ്ങോട്ട് വർക്ക് ചെയ്യുക. 5ാമത്തെ വർഷം നമ്മൾ PR-നെ അപേക്ഷിക്കുന്നു. പിന്നെ നമുക്കിവിടെ വിസ വേണ്ട. ഗൾഫിലെ പോലെ ഇക്കാമ അങ്ങനത്തെ പരിപാടികളൊന്നും ഇവിടെ ഇല്ല. കാരണം ആരുടെയും കീഴിലല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ആരുടെയും കീഴിലാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആരുടെയും പെർമിഷൻ വേണ്ട വർക്ക് ചെയ്യാൻ. നിങ്ങളുടെ ഇവിടെ ജീവിക്കാനുള്ള അനുവാദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ പെർമനന്റ് റെസിഡൻസി ഉണ്ട് എന്നുള്ളതാണ് അനുവാദം. എനിക്ക് ആരുടെയും പേരുള്ള വിസ വേണ്ട, വർക്ക് പെർമിറ്റ് വേണ്ട എന്നുള്ളതാണ് അതിനകത്തെ അർത്ഥം. ഈ വസ്തു സാധാരണഗതിയിൽ നടക്കുന്നത് ഒന്നുകിൽ 3 വർഷത്തെ വിസ അല്ലെങ്കിൽ 5 വർഷത്തെ വിസ. 5 വർഷത്തെ വിസ ഞങ്ങളുടെ കാലത്തില്ല കേട്ടോ. ഞങ്ങളുടെ സമയത്ത് 3 വർഷത്തെ വിസയേ ഉള്ളൂ. പക്ഷേ ഈ പുതിയ റിക്രൂട്ട്മെൻറ്റ് വന്നപ്പം പുതിയൊരു വിസ വന്നു. 3 വർഷത്തെ വിസയോ 2 വർഷത്തെ വിസയോ 5 വർഷത്തെ വിസ അടിക്കാമെന്നൊരു സീൻ വന്നു. അങ്ങനെ ഒത്തിരി പേർക്ക് 2 വർഷത്തെ വിസ അടിച്ചവരുണ്ട്, 3 വർഷത്തെ അടിച്ചവരുണ്ട്, 5 വർഷത്തെ അടിച്ചവരുണ്ട്. 2 വർഷവും 3 വർഷം നിന്ന ആൾക്കാർ 3 രീതിയിലാണ് വഞ്ചിക്കപ്പെടുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വെറും 250-300 പൗണ്ട് മാത്രം ചിലവാക്കേണ്ട ഒരു വിസ ഫീസുള്ള ഒരു വിസ നിങ്ങളുടെ ഉണ്ട്. നിങ്ങളുടെ കൂട്ടുകാരനാണ് നിങ്ങളെ വിളിച്ച് പറയുന്നത് വിസ ഉണ്ടെന്ന്. അല്ല, നിങ്ങൾ കണ്ടുപിടിച്ചു ഇവിടെ ഒരു വിസ ഉണ്ടെന്ന്. ഒരിടത്തൊന്നും ഒരു ഏജൻസി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഏജൻസി നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളോട് പറയുമോ 200 പൗണ്ട് താടാവുകയും ഞാൻ വിസ തരാമെന്ന് പറയുമോ? ഇല്ല. ഇതൊരു കച്ചവടമായി മാറി. ആ വിസ വെളിയിൽ വിൽക്കപ്പെടുന്നത് ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ്. അത് വിൽക്കുന്ന രീതി ഇങ്ങനെയായിരുന്നു. ഞാൻ എൻ്റെ ഹോമിനകത്ത് 5 വിസ ഉണ്ടെന്ന് വെച്ചു. ഞാൻ ഉടനെ വെളിയിലോട്ട് പറയാൻ പോകുന്നത് അളിയ 5 വിസയുണ്ട്, 5 പേരെ നീ കണ്ടുപിടിക്കുക. അപ്പോൾ കണ്ടുപിടിക്കുന്നതിനോട് ഞാൻ പറഞ്ഞ റേറ്റ് എത്രയാണ്? എൻ്റെ റേറ്റാണ് പറഞ്ഞത്. ഞാൻ പറയുകയാണ്, എനിക്ക് ഒരു വിസയ്ക്ക് 3 ലക്ഷം രൂപ വെച്ച് വേണം, 3000 പൗണ്ട്. അത് കഴിഞ്ഞ് 3000. ഞാൻ അതിനകത്ത് വേറെ ഒന്നും ചെയ്യത്തില്ല. ഇത് മുട്ടിച്ച് കൊടുക്കുക മാത്രമേ ചെയ്തത്, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ആ ഇടയ്ക്ക് നിൽക്കുന്നവൻ അവൻ്റെ നാട്ടിലെ ഒരു ഏജൻറ്റിനെ വിളിച്ച് പറയുന്നു ഇങ്ങനൊരു സംഭവമുണ്ട്. അവൻ പറയുന്നത് അവൻ്റെ റേറ്റോടെ കൂട്ടിയ, അതായത് അവൻ ആ ഒരു വിസയിൽ വേണ്ടത് 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയായിരിക്കാം. ഉടനെ അവൻ അതിൻ്റെ കൊടുത്ത് 2 ലക്ഷം കിട്ടും, അല്ലെങ്കിൽ 3 ലക്ഷം കിട്ടും. അപ്പോൾ ഒരു വിസയുടെ ചാർജ് എത്രയായി? 6 ലക്ഷം രൂപയായി. 2 പേർക്ക് കിട്ടേണ്ട പൈസയാണേ. കെയർ ഹോമിനകത്ത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കെയർ ഹോമിന് സ്റ്റാഫിനെ കിട്ടാൻ വേണ്ടി നിൽക്കുന്നതാണ്. അത് മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഏജൻറ്റ് എന്നാ ഈ 6 ലക്ഷം രൂപ ഈ 2 അവന്മാർക്ക് വേണ്ടി കൊടുക്കണം. അവൻ അറിയത്ത് കൂടിയില്ല 2 അവന്മാരുണ്ടെന്നുള്ളത്. പക്ഷേ 2 പേർക്ക് കൊടുക്കണമെന്നുള്ള സംഭവം തീരുമാനമായെന്ന് വെച്ചു. ഏജൻറ്റ് ഇപ്പോൾ കിട്ടേണ്ട എത്രയാണ്? ഏജൻറ്റ് നാട്ടിലെ പണി മൊത്തം എടുക്കണം. ഈ പറഞ്ഞ പേപ്പർ വർക്ക് ചെയ്യണം, വിസ ഫില്ല് ചെയ്യണം, ട്രാൻസ്പോർട്ട് ഉണ്ടാക്കണം, ഈ പറഞ്ഞ ആൾക്കാരെ കയറ്റിക്കൊണ്ടിവിടെ വരണം, എല്ലാം ഏജൻസിയാണ് ചെയ്യേണ്ടത്. ഏജൻസി അപ്പോൾ എന്നാ ചുമ്മാ പുണ്യത്തിന് ചെയ്യും ഇത്? ഇല്ല. അപ്പോൾ ഏജൻസി ഒരു 4 ലക്ഷം രൂപ കൂടുതൽ കൊണ്ടുവച്ച്. അങ്ങനെയാണ് ഈ 10 ലക്ഷം രൂപയുടെ കളി വരുന്നത്. ഇത് ഇനി അങ്ങോട്ട് ഇടയ്ക്ക് കിടന്ന് ഓടുന്നവന്മാർ മുതൽ വഴി നിൽക്കുന്നവരുടെ ആർത്തി എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെ വെറുതെ ആശ്രയിച്ച് ഈ പൈസ കൂടി പോയിക്കൊണ്ടിരിക്കും. അത് വെറും 25,000 രൂപ ചിലവുണ്ടായിരുന്നൊരു വിസയാണ് നിങ്ങൾക്ക് കൈ വരുമ്പോഴത്തേക്ക് 20 ലക്ഷം രൂപ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വന്നത്. ആദ്യത്തെ വഞ്ചന പിടി കിട്ടിയോ? ഇത് കൊടുക്കാൻ ആളുണ്ടായിരുന്നു. അതങ്ങനെ. അതേത് മാർക്കറ്റിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്ക് എന്തും പൊതിഞ്ഞിട്ട് ലാലപ്പൻ ദേ ഇത് വരാല പുളിയിട്ട് വെച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സാധനം പൊതിഞ്ഞ് വരാലാണെന്ന് പറഞ്ഞ് കിട്ടും. അതെന്ത് പറ്റാണെങ്കിലും അങ്ങനെ തന്നെ കിട്ടും. അതാണ് ഈ കെയർ വിസയ്ക്ക് ഇപ്പോൾ പറ്റിയ പറ്റ്. ആൾക്കാർ വളരെ പൊതിഞ്ഞ് നല്ല പാക്കിൽ 20 ലക്ഷം രൂപ വേണം എടുത്തോ. വേണയെടുക്കാനും ആൾക്കാരെ ഓടി കിടന്ന് വാങ്ങിച്ചു. പറന്ന് കിടന്നാണ് ആൾക്കാർ വാങ്ങിച്ചത്. വീടും കുടിയും തോട്ടം വിറ്റ് വാങ്ങിച്ചവന്മാരുണ്ട്, വീട് പണയം വെച്ച് വിസ എടുത്തവരുണ്ട്. ഇവരെല്ലാം ഇവിടെ വരുന്നുണ്ട്. അന്നത്തെ കാലത്ത് നമ്മളൊക്കെ പലരും പറയുന്നുണ്ട് ഇവിടെ. ഞാനൊന്നും വ്യാപകമായിട്ട് വ്ളോഗ് നിൽക്കുന്ന ആളല്ല. അന്നത്തെ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരോടും നമ്മളെ വിളിച്ചു ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട് 20 ലക്ഷം രൂപ കൊടുത്ത് ഇവിടെ വന്നാൽ നിങ്ങൾ എത്ര വർഷം കൊണ്ട് ഈ പൈസ ഉണ്ടാക്കും? അത് നിങ്ങൾക്ക് എത്ര വരുമാനം വേണം? അത്രയും പൈസ റെഗുലറായിട്ട് ഉണ്ടാക്കി ലോണും അടച്ച് ഇവിടുത്തെ ജീവിത ചെലവും കഴിച്ച് പോകണം, എത്ര രൂപ വരുമാനം വേണം? അന്നത് ആർക്കും കേൾക്കണ്ട. പിന്നെ ഞാൻ ആൾക്കാരെ അതിനകത്ത് കുറ്റം പറയത്തില്ല. എന്നാന്ന് വെച്ചാൽ
ഈ ഹൈപ്പും പ്രതീക്ഷകളുമാണ് മനുഷ്യനെ എന്തൊരു വാക്കുന്നത്. ശരിയാണ്, ഒത്തിരി പേര് പോയി അവർക്കൊന്നും രക്ഷപ്പെടാൻ പറ്റി കാണത്തില്ല. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടാലും അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ഒത്തിരി പേര് വന്നിട്ടുണ്ട്. കഷ്ടപ്പെടാനും ഇവിടെ സ്റ്റേബിളായിട്ട് നിന്ന് സർവൈവ് ചെയ്ത് നിന്ന് പോകാനും മനസ്സുള്ളവരൊക്കെ രക്ഷപ്പെട്ടിട്ടുമുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, രക്ഷപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ വഞ്ചന, ഇങ്ങനെ വന്ന് പെട്ട ആൾക്കാരുടെ അടുത്ത സ്റ്റേജായിരുന്നു ഇവർ ഒരു കെയർ ഹോമിൽ ജോലിക്ക് കയറുന്നു. വീണ്ടും കെയർ ഹോമുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, NHSനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കെയർ ഹോമുകളെ കുറിച്ചാണ് പറയുന്നത്. ഇവർ കെയർ ഹോമിൽ ജോലിക്ക് കയറുന്നു. നിങ്ങൾ ഈ ഏജൻറ്റും ഈ പറഞ്ഞ കെയർ ഹോമുകാരനും എല്ലാവരും കൂടി കാശ് മുടക്കിയിട്ടുണ്ട് കൊണ്ടുവന്ന സംവിധാനമാണിത്. അല്ലാതെ കെയർ ഹോമുകാരൻ അറിയാൻ മേലാഴിയൊന്നും ഇല്ല, ഇത് കാശ് മുടക്കിയിട്ട് അടിച്ചു മാറ്റിയ സംഭവമാണെന്ന് അറിയാൻ മേലാത്തൊന്നുമല്ല. ഇങ്ങനെ വന്ന് കയറിയ ആൾക്കാർ ഇവർ വർക്ക് ചെയ്ത് തുടങ്ങി. കെയർ ഹോമിന് ലാഭമാണ്, മുതലാളിക്ക് ലാഭം തന്നെയാണ്. ഇങ്ങനെ ഒരു സ്റ്റാഫ് വന്നതിനകത്ത് നഷ്ടമൊന്നുമില്ല. ഇവർ മുമ്പോട്ട് വർക്ക് ചെയ്യുമ്പം ഈ ബേസിക്കലി മുമ്പോട്ട് ഇവർ 3 വർഷം കഴിഞ്ഞ് അവർക്ക് 3ാമത്തെ വർഷത്തെ അടുത്ത വിസ കൊടുത്തു. അവർ 2 വർഷമായിട്ട് വർക്ക് ചെയ്തു. അതിന് ഇവർ ജീവിതകാലം മൊത്തം ഇവിടെ വർക്ക് ചെയ്യുമെന്ന് ഈ മുതലാളിക്ക് ഉറപ്പുണ്ടോ? ഇല്ല. പിന്നെ ഇവർക്ക് റെഗുലറായിട്ട് ശമ്പളം കൊടുത്തിട്ട് അവിടുത്തെ കാര്യങ്ങളോടും നല്ലതാണ്, വേറെ അമിത ലാഭം നേരത്തെ കിട്ടുന്നില്ല. ഉണ്ടോ? ഇല്ല. അപ്പം അമിത ലാഭം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്ത വഴി. ഇവൻ ഇവിടെ വന്നപ്പം ഈ കെയർ ഹോമിൻ്റെ മുതലാളിക്ക്, അത് മലയാളികൾ ഉൾപ്പെടെയാണ്, മലയാളികളുണ്ട്, ഇന്തോനേഷ്യൻസ് ഉണ്ട്, ഏഷ്യൻ കൺട്രികളിൽ നിന്നുള്ളവരാണ് ഭൂരിഭാഗവും. ഈ യൂറോപ്യൻകാരും ഇല്ലാതെയില്ല, ഇംഗ്ലീഷുകാരും ഇല്ലാഴികയില്ല, അതെടുത്ത് പറയണം. എല്ലായിടത്തും എല്ലാവരും ഉണ്ട് ഈ ഫീൽഡിനകത്ത്. എനിവേ, ഏതായാലും ഇവൻ ഇവിടെ വന്നപ്പം മുതലാളിക്ക് വെറുതെ ഒന്നും അറിയാതെ കൈ കിട്ടിയത്, ഇവന് പണി ചെയ്യാൻ ഒരു അടിമയെ കിട്ടുകയും ചെയ്ത്. പക്ഷേ അവൻ്റെ പേരിൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ 5000 പൗണ്ട് വന്നു. 5000 പൗണ്ട് ഇംഗ്ലീഷുകാരന് ചെറിയ തുകയല്ല. ഇംഗ്ലീഷുകാരന് ചെറിയ തുകയല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ആർക്കും അതൊരു ചെറിയ തുകയല്ല, അതൊരു വലിയ തുക തന്നെയാണ്. 5 ലക്ഷം രൂപ. അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്താലോ? ഇവൻ ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടല്ലേ കുഴപ്പം. എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കുന്നു. അതിന് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ മലയാളികളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകതയാണിത്. അത് ഫിലിപ്പിനോട് കൊടുത്ത് വർക്ക് ചെയ്ത ആൾക്കാർക്ക് എടുത്തറിയാം. ഇന്നലെയും കൊണ്ട് ഒരു കൂട്ടുകാരനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരനത് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ കമ്പനി ഇനി മുതൽ മലയാളികളെ എടുക്കുന്നതിന് തീരുമാനിച്ചു. അതിന് അവരിനി മുതൽ ഫിലിപ്പീനികളെയാണ് എടുക്കുന്നത്. അവർക്ക് വിസയുണ്ട്, പക്ഷേ ഒരു ഫിലിപ്പീനുകളെ എടുക്കുന്നുള്ളൂ. അതിന് കാരണം എന്തുവാ? മലയാളികൾ ഇവിടെ വന്ന് ഇറങ്ങി പിറ്റേ മാസം മുതൽ ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. ഇവിടെ തണുപ്പാണ്, ജോലിഭാരമാണ്, പിന്നെ അവർ പ്രതീക്ഷിച്ച പോലത്തെ ജോലി അല്ല ഇത്. പിന്നെ ഇവർക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ആരോടും ഒന്നും മിണ്ടത്തൊന്നുമില്ല. എപ്പോഴും മലയാളം പറഞ്ഞ് വെക്കും. എപ്പോഴും ഇവരുടെ ഫുഡേ കഴിക്കൂ, മീൻ മണോ ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നു. പിന്നെ അങ്ങനെ ഒരുങ്ങി വൃത്തിയായിട്ട് വരികയോ ഒന്നും ചെയ്യത്തില്ല. ഒരു പ്ലസന്റ് ആയിട്ടൊരു എൻവയോൺമെന്റ് ഇല്ല. ഹോമിനകത്ത് മുഴുവൻ ഇങ്ങനെ ഒരു ഗ്ലൂമി അന്തരീക്ഷമാണ്. ഇതെനിക്ക് അറിയാൻ പറ്റാത്ത കഥയല്ല, നിങ്ങൾക്കും അറിയാൻ പറ്റാത്ത കഥയല്ല. ഇവിടെ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്ക് അറിയാം ഞാൻ പറയുന്നത് എന്തോന്നുള്ളത്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു സീൻ എന്ന് വെച്ചു. ഈ സീനിനകത്താണ് ഇപ്പോൾ ഈ പറഞ്ഞ മലയാളി ഗ്രൂപ്പിനകത്ത് ഒരു തട്ടേട് വെട്ടുന്നത്. ഇവരെന്തെങ്കിലും മണ്ടത്തരം കാണിക്കും. ഒന്നുകിൽ ഒരു കൂട്ടായിട്ട് നിന്നൊരു മണ്ടത്തരം കാണിക്കും, അല്ലെങ്കിൽ ഇവരെന്തെങ്കിലും വേറെ കൂട്ടത്തിൽ കാണിച്ചൊരു മണ്ടത്തരം മറച്ചു വെക്കാൻ വേണ്ടി ശ്രമം നടത്തും. ഇത് കുറച്ച് കഴിയുമ്പോൾ മാനേജ്മെൻറ്റ് കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേനും ഇവരെ പുറത്താക്കേണ്ട കാരണം കിട്ടി. വളരെ നൈസായിട്ട് 1-2 പേപ്പർ കൊടുത്തിട്ട് ഇവരെ അങ്ങ് പുറത്താക്കും. നമ്മുടെ ഈ ഇന്ത്യൻസിൻ്റെ തലയിൽ ഇരിക്കുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈവറ്റ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ രാവിലെ മുതൽ വരണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ട പറഞ്ഞു മനസ്സിലായി. നമ്മളങ്ങനെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റൈലിനകത്തൊരു സംഭവം വന്നു കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് യൂണിയൻ ഉണ്ടെന്നോ കോർട്ടുണ്ടെന്നോ ഇതിനുവേണ്ടി അപ്പീൽ പോകാമെന്നോ ഈ മാനേജ്മെൻറ്റോട് തന്നെ വീണ്ടും അടി പിടിക്കാമെന്നൊന്നും ഇവർക്ക് അറിയത്തുമില്ല. അതെങ്ങനെ ചെയ്യേണ്ടെന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, അവരോട്ട് തപ്പത്തുമില്ല. യൂണിയന് ഒരു മാസം കൊടുക്കേണ്ട 16 പൗണ്ട്, 12 മുതൽ 16 പൗണ്ട് വരും. അതെന്തിന് വെറുതെ കൊടുക്കണം എന്ന് ചോദിക്കുന്ന മലയാളിയാണ് നമ്മുടേത്. ഇവിടെ നമ്മുടെ ഒരു കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന മറുപടി ഇതാണ്: അതെന്തിനോ ഇവിടെ ഒരു കുഴപ്പമില്ലോ, ഞാനെന്തിനു യൂണിയൻ ചെയ്യുന്നത്? ഇനി അങ്ങനെ വല്ല കുഴപ്പം ഉണ്ടായാൽ അന്നേരം ആലോചിക്കാം. പിന്നെ ഉണ്ടായപ്പോൾ അന്നേരം ആലോചിക്കുക ഇവൻ്റെ അമ്മാവൻ്റെ മോനിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ തലയില്ലാത്തൊരു കുഴപ്പമാണിത്. നമ്മുടെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു കാറിന് ഇൻഷുറൻസ് എടുക്കുന്ന പോലെ എടുത്ത് വെക്കേണ്ട ഒരു വസ്തുവാണ് ഈ യൂണിയൻ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞത്. നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പം യൂണിയനെ വിളിച്ച് ഞാൻ നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുത്തത് ഇന്ന് രാവിലെ, നിങ്ങൾ എന്നെ സഹായിക്കണം. ഇപ്പം എന്നുണ്ടായ പ്രോബ്ലം കഴിഞ്ഞ ആഴ്ച, സോറി, അവർ വരില്ല, അവരതിനകത്ത് ഇടപെടത്തില്ല. അവരുടെ മെമ്പർഷിപ്പിനകത്തുണ്ടായ സമയത്തെ കാര്യമാണെങ്കിൽ മാത്രമേ അവരെ ഇടപെടത്തുള്ളൂ. അങ്ങനെ ഒരു റൂളും കൂടെ ഉണ്ട് ഇതിനകത്ത്. അപവാദങ്ങളുണ്ട്. യൂണിയൻ നേരിട്ട് വന്ന് ഇടപെട്ട സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഈ മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് വന്ന് ഇടപെട്ട സീനുകളുണ്ട്. എങ്കിലും സാധാരണഗതി ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എനിവേ, ഞാൻ പറഞ്ഞു വന്നത് ഇത് സംഭവം ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ടൈപ്പിലുള്ളൊരു സംഭവം കാരണം ഇവർക്ക് ജോലി നഷ്ടപ്പെട്ടെന്ന് വെച്ചു. അടുത്ത ജോലി കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഹോം ഓഫീസിനെ അറിയിച്ചു. ഈ മാനേജ്മെൻറ്റ് ഹോം ഓഫീസിനെ അറിയിച്ചു, ഈ ആളെ ഞങ്ങൾ എക്സ്പെൽ ചെയ്യുന്നു, ഞങ്ങൾ ഈ ആളെ ജോലിയിൽ ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ COS, ആ വേക്കൻസി അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അവർക്ക് അടുത്തയാളെ ഇതേ ഏജൻറ്റോ അല്ലെ വേറെ ഒരു ഏജൻറ്റോ വഴി അടുത്ത പൈസയ്ക്ക് വീണ്ടും കൊണ്ടുവരാം. ഇതാണ് രണ്ടാമത്തെ ചതി. മലയാളി ഈ സംഭവത്തിനകത്ത് അവർക്ക് 60 ദിവസം സമയം കിട്ടും ഹോം ഓഫീസിൽ നിന്ന്. നിങ്ങൾക്ക് അടുത്ത ജോലി കണ്ടുപിടിക്കാം. അടുത്ത ജോലി തന്നെ ഇവിടെ ആരെങ്കിലും ഫ്രീ ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു. വീണ്ടും കാശ് കൊടുത്തെടുക്കണം. മലയാളി വീണ്ടും പെട്ടു. ഇത്രയും നാളത്തെ കടവും പരിവട്ടവും നാട്ടിൽ നിന്ന് കയറി വന്നതിന് ബുദ്ധിമുട്ടുകളും കഴിഞ്ഞിട്ടില്ല. 3 വർഷം തികച്ചായിട്ടില്ല. അതിന് മുമ്പ് തന്നെ ജോലി പോയി. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ജോലി പോയിട്ടുണ്ട്. ഇതൊന്നും നടക്കാത്ത കാര്യമൊന്നുമല്ല. ഇഷ്ടംപോലെ ആൾക്കാർക്ക് ജോലി പോയിട്ടുണ്ട്. അവർ ജോലി തപ്പി നടന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ സാമ്പിളുകൾ കുറച്ചുകൂടെ അവിടെയൊക്കെ ഇടാം, ഇങ്ങനെ ഗ്രൂപ്പുകൾക്കകത്തൊക്കെ വരുന്ന മെസ്സേജുകളൊക്കെ.
മൂന്നാമത്തെ ചതിയാണ് ഏറ്റവും കോമഡി. അതിപ്പോൾ ഉണ്ടായി അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഈ 2024 അവസാനം മുതൽ അങ്ങോട്ട് ഉണ്ടായി തുടങ്ങിയതേ ഉള്ളൂ. ഈ മിക്കവരും വന്നിട്ട് 3 വർഷമായി. ആദ്യത്തെ വിസയുടെ കാറ്റഗറി, ആദ്യത്തെ വിസയുടെ കാലാവധിയായി. ഇനി അടുത്ത വിസ എടുക്കണമല്ലോ. അടുത്ത വിസ എടുക്കുന്ന 3 വർഷത്തിന് തന്നെയാണ് അടുത്ത് എടുക്കേണ്ടത്. പക്ഷേ അതിനകത്ത് പകുതിയായി കഴിയുമ്പോൾ 2 വർഷം ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പി ആറിനുള്ള എലിജിബിലിറ്റി ആയി നിങ്ങൾക്ക് പി ആറിന് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വിസ വേണ്ട. ഈ മാനേജ്മെൻറ്റ് ഇവർക്ക് അടുത്ത വിസയ്ക്കുള്ള COS കൊടുക്കില്ല. വീണ്ടും COS ആണ്. വീണ്ടും COSൻ്റെ നമ്പർ കൊടുക്കുന്നു. നമ്മളത് വെച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വിസ അവർ അടിച്ചു തരുന്നു. ഡിപ്പെൻഡൻറ്റ് വിസ അടിച്ചു തരുന്നു. വീണ്ടും നമ്മൾ നിൽക്കുന്നു. ഇതാണ് ഇതിൻ്റെ റൂള്. മാനേജ്മെൻറ്റ് വിസ കൊടുക്കില്ല, COS കൊടുക്കില്ല. അതിൻ്റെ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഒരിക്കലും മോശമായിട്ട് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. മാനേജ്മെൻറ്റ് നിങ്ങളൊന്നും ഒരു പ്രശ്നമില്ല. മാനേജ്മെൻറ്റ് പറഞ്ഞേ നിങ്ങളെ കൊണ്ടുവന്ന ഏജൻറ്റിനെ ഒന്ന് വിളി. എൻ്റെ കൂട്ടത്തിൽ 2010 ഇവിടെ വന്നിരുന്ന പയ്യന് ഇപ്പം ആൾ ലെസ്റ്ററിലുണ്ട്. അവന് പറ്റാം. എൻ്റെ കൂടെ കൂട്ടുകാരനായിട്ട് അന്ന് പട്ടിണിയും പരിവട്ടം ആയിരുന്ന കാലത്ത് കൂട്ടത്തിൽ കിടന്ന് ഒരുത്തനുണ്ട്. അവൻ തന്നെ ആ പണി കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് ഒന്നും പറയാനില്ല. ഈ ചെറുക്കനോട് ഞാൻ കയറി വന്നപ്പോൾ ആവത് പറഞ്ഞ പോയി കെയർഫുൾ ആയിരിക്കണമെന്ന്. പക്ഷേ നമുക്ക് അവനെ സിബി എന്ന് വിളിക്കാം, ഈ പയ്യനെ. അപ്പോൾ അവൻ ഇവിടുത്തെ ഞങ്ങളുടെ അന്നത്തെ 2010 കാലഘട്ടത്തിലെ സ്റ്റുഡൻറ്റ് വിസ തീർന്നിട്ട് അവർ തിരിച്ച് നാട്ടിൽ പോകേണ്ടി വന്നു. അത് ശേഷം അവൻ നാട്ടിൽ തട്ടിമുട്ടി ജോലികളൊക്കെ നേഴ്സാണ്, ജോലികളൊക്കെ ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പം ഇവിടുന്ന് അടുത്തവൻ സുഗു എന്ന് അവനിവിടെ ഒരു വക്കീലിൻ്റെ കൊടുത്ത് വർക്ക് ചെയ്യുന്നു. അവൻ വിളിച്ച് പറഞ്ഞു, എടാ എൻ്റെ ഈ വിസയുണ്ട്, നീ 10 ലക്ഷം രൂപ തന്നാൽ മതി. 10 ലക്ഷം രൂപ തരണം, അത് വേറെ വഴിയില്ല. കാരണം 5 വർഷത്തെ വിസ ഒരുമിച്ച് എടുക്കുകയാണ്. നീ മുമ്പോട്ടുള്ള ഒന്നിനെക്കുറിച്ച് പറയേണ്ട. 10 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ കെയർ ഹോമിൻ്റെ ഡീൽ ഉൾപ്പെടെ എല്ലാം ഞാൻ ഡീൽ ചെയ്ത് തരാം. എന്നൊക്കെ ഇങ്ങോട്ട് വരാം വിത്ത് ഫാമിലി. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സിബി എന്ന് പറഞ്ഞ പയ്യൻ ചാടിക്കൊത്തി 10 ലക്ഷം രൂപ കൊടുത്തു. വിസ അടിച്ചു വന്നു. പട്ടിപ്പണി നല്ല കിടുക്കം പണിയുള്ള ഹോമാണ്. അപ്പം പക്ഷേ ആ ചെറുക്കൻ നല്ല അധ്വാനിയാണ്, നന്നായിട്ട് വർക്ക് ചെയ്തു, നാട്ടിൽ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു. 3 വർഷമായി. 3 വർഷമായപ്പം ദയവിരുന്നു ഈ ഇൻഡാസ്. അത് ഞങ്ങൾക്ക് COS HR-നെ സമീപിച്ച് എനിക്ക് COS തരണമെന്ന് പറഞ്ഞപ്പം നീ കൊണ്ടുവന്ന് ഏജൻറ്റിനെ ഒന്ന് വിളി എന്ന് പറഞ്ഞു. ഏജൻറ്റിനെ വിളിച്ചു. ഏജൻറ്റിവരാണല്ലോ സുഗു പറയുന്നു, എടാ ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തി. ഞാനിപ്പോൾ വലിയ ജീവിതത്തിൽ ജീവിക്കുകയാണ്. അതുകൊണ്ട് ഞാനിതൊക്കെ നിർത്തി. നീ ഇന്നവനെ വിളി. അതായത് അവന് നേരിട്ട് പൈസ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവൻ ഇന്നവനെ വിളിച്ചു. ഇന്നവൻ കഥയൊക്കെ അടിച്ച് പറഞ്ഞു, നീ ഒരു 5 ലക്ഷം രൂപ തരണം. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഞാനിനും ഈ 3 അടുത്ത 2 കൂടി 5 വർഷത്തെ പൈസയല്ലേ 10 ലക്ഷം രൂപ തന്നത്? എനിക്കൊന്നും അറിയത്തില്ല. എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്കൊന്നും അറിയത്തില്ല. ഇങ്ങനെയാണ് ഈ ഹോമിലോട്ടുള്ള വിസ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ സുഗുവിനെ വിളിക്കുന്നു. സുഗു ചോദിക്കുന്നു, എടാ എനിക്ക് എന്താ ചെയ്യാൻ പറ്റും? ഞാനല്ലല്ലോ ഈ പരിപാടി ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തിയല്ലോ. ഇത് വേറൊരു ഏജൻറ്റാണ്. ഞാൻ എന്ത് ചെയ്യാനായിട്ടാണ്? അവൻ കുറേ വർത്താനം പറഞ്ഞ് കുറേ അടുത്ത് എത്തിക്കാൻ നോക്കുന്നു. ഒരു രക്ഷയില്ല. മറ്റവനെങ്കിൽ നിസ്സഹായതയുടെ അങ്ങേയറ്റത്തെ പരുവത്ത് നിൽക്കുകയാണ് സുഗു. സിബി ഇത് വിശ്വസിച്ചു തിരിച്ചു ചെല്ലുന്നു. ഞാൻ പൈസയുടെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. അപ്പോൾ ഇവൻ്റെ ഹോമിനകത്തിട്ട് 10-18 പേര് ഈ പറഞ്ഞ സുഗു മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അവിടെ ചെന്ന് അവൻ കാര്യങ്ങൾ അന്വേഷിച്ച് കഴിയുമ്പോൾ ബ്രേക്കിനടുത്ത് അറിയുന്നു മറ്റുള്ള പെൺപിള്ളേരൊക്കെ പൈസ കൊടുത്ത് ആർക്കാ? ഈ സുഗുവിൻ്റെ അക്കൗണ്ടിലോട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഇടയ്ക്ക് വന്ന പുതിയ ഏജൻറ്റായ സെബാസ്റ്റിനകത്ത് കാര്യമൊന്നുമില്ല. സുഗുവിൻ്റെ അക്കൗണ്ടിലാണ് പൈസ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പൈസ ആർക്കാ പോകുന്നത്? ഈ സുഗുവിനാണ് പോകുന്നത് എന്ന് ഇവന് മനസ്സിലായി. അപ്പോൾ ആ സംഭവത്തിന് പുറകെ ചോദ്യം പറച്ചിലുമായിട്ട് ഇവൻ സുഗുവിനെ വിളിക്കുന്നു. സുഗു ആദ്യത്തെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സുഗുവിന് മനസ്സിലായി ഇവന് കാര്യങ്ങളൊക്കെ പിടിയിട്ടത്. ഒറ്റ വാക്ക്, എടാ നിനക്ക് വേണേ എടുത്തിട്ട് പോകും. ഓർത്തണം, ഒരു കാലത്ത് ഇവൻ പട്ടിണി കിടന്ന കാലത്ത് ഈ സിബി വർക്ക് ചെയ്തിട്ട് ഇവന് ചോറുണ്ടാക്കി കൊടുത്തൊരു കാലമുണ്ട്. അപ്പോൾ ഇവൻ എന്നെ വിളിച്ചത് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, അളിയ എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ പടറാശി ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടായി. പടർക്കും കേട്ടപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല എനിക്കിത് ഉണ്ടാവുന്നത്. നമ്മൾ ഇത്രയും നമ്മൾ കെയർ ചെയ്ത് അത്ര അടുത്ത കൂട്ടുകാരനാണ് നമുക്കിട്ട് ഇങ്ങനെ പണി തരുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ എന്തും വിശ്വസിക്കും. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ അങ്ങനെ. ഏതായാലും ഇവൻ ആദ്യത്തെ ആളല്ല. ഈ സിബിയോ ഈ സുഗുവോ ആദ്യത്തെ ആൾക്കാരല്ല. ഇതേ പേരിൽ പല പേരുകളിൽ ഈ കഥകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇവർക്ക് അടുത്ത വർഷം വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ, അടുത്ത എക്സ്റ്റൻഷൻ വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ വീണ്ടും പൈസ കൊടുക്കേണ്ടി വരുന്നു. ഇതാണ് മൂന്നാമത്തെ ചതി. പിന്നെ ഇനി ഇതെല്ലാം ഏജൻറ്റുകളും ഇടയ്ക്ക് നിൽക്കുന്ന കെയർ ഹോം മാനേജ്മെൻറ്റോടെ കൂടി കളിക്കുന്ന ഉടായ്പകളാണ് വെക്കാം. ഇതൊന്നും അല്ലാത്തൊരു സംഭവമാണ്. ഈ ഇടയ്ക്കൊന്നും ഇല്ലാത്ത ഈ പ്രശ്നങ്ങൾക്കകത്തൊന്നും ഇല്ലാത്ത വേറൊരു കഥാപാത്രമാണ് ഹോം ഓഫീസ് എന്ന് പറഞ്ഞത്. അപ്പം നിങ്ങൾ ഇതിനകത്തൊരു വിസയുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവത്തിലൊരു തട്ടിപ്പിന് നിങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു, നിങ്ങളുടെ മാനേജ്മെൻറ്റ് കണ്ടുപിടിക്കപ്പെട്ടു. പല ടൈപ്പിലുള്ള തട്ടിപ്പുകളുണ്ട് ഈ വിസയ്ക്കകത്ത്, പല ടൈപ്പുള്ള തട്ടിപ്പുകളുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ വീണ്ടും ഇഷ്ടം പോലെ ആകുന്നതുകൊണ്ട് ഞാൻ വീണ്ടും അതിൻ്റെയൊക്കെ കിടക്കുന്നില്ല. പക്ഷേ ഈ സ്പോൺസർഷിപ്പ് റിവോക്ക് ചെയ്യാന്ന് പറയും. അത് നിങ്ങളുടെ റേറ്റിംഗ് കപ്പാസിറ്റി നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ഒരാളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള സ്പോൺസർഷിപ്പ് ഹോം ഓഫീസ് നിങ്ങളുടെ കെയർ ഹോമിൻ്റെ എടുത്തും കളഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസിയുടെ എടുത്തും കളഞ്ഞ്. അപ്പം നിങ്ങളുടെ ഈ കെയർ ഹോമിൽ നിൽക്കുന്ന 10-16 പേരുണ്ടല്ലോ, അവരെവിടെ പോകും?
അവർക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ല. അവരുടെ ആ സ്പോൺസർഷിപ്പ് നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങളുടെ വിസയും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇത് ആരുടെയും കൺട്രോൾ നിൽക്കുന്ന കാര്യമല്ല, അത് ഹോം ഓഫീസ് തീരുമാനിക്കുന്നതാണ്. പക്ഷേ ജോലി നഷ്ടപ്പെട്ടു, വിസ നഷ്ടപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവർക്ക് അടുത്ത ജോലി കണ്ടുപിടിക്കാനുള്ള സ്ഥലമില്ല. അവരെങ്ങനെ കണ്ടുപിടിക്കുന്നത്? അവർക്ക് അറിയത്തില്ലല്ലോ എവിടെയാണ് അടുത്ത ജോലി എന്നുള്ളവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഏജൻറ്റുകളുടെ സമീപിക്കും, ഏജൻറ്റുകൾക്കും പലയിടത്ത് ഐഡിയ ഒന്നുമില്ല എവിടെ ജോലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയാണ് ഗവൺമെൻറ് ഇപ്പോൾ ഈ സന്തോഷകരമായ വാർത്ത കൊടുത്തിരിക്കുന്നത്. റീഹാബിലിറ്റേഷൻ ഫോർ, അയ്യോ ഞാൻ അതിൻ്റെ പേരെന്നൊന്ന് നോക്കിക്കോട്ടെ. എനിക്കത് കണ്ടപ്പോഴേ ഞാൻ നിങ്ങളെ അറിയിക്കാനുള്ള കാരണം വല്ലപ്പോഴും മാത്രം സന്തോഷകരമായ ഒരു വാർത്ത വരുന്ന സ്ഥലമായതുകൊണ്ടാണ്. റീജിയണൽ ഹബ്സ് സെറ്റപ്പ് ബൈ ഗവൺമെൻറ് ഫോർ ഡിസ്പ്ലേസ്ഡ് കെയർ വർക്കേഴ്സ്. ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെട്ട ആളുകൾ, അവർക്ക് പല കാരണങ്ങൾ കൊണ്ടാകാം. ഒരുപാട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അവർ സ്പോൺസർഷിപ്പ് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടുള്ള കെയർ ഹോമുകളുടെ കാര്യമാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലായി ഞങ്ങൾ കളഞ്ഞുകൊണ്ട് മാത്രമല്ല, ഒത്തിരിയേറെ പേര് ആൾക്കാർ ചതിക്കപ്പെട്ട് ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ ഈ റീഹാബിലിറ്റേഷൻ, ഈ ഒരു റീജിയണൽ ഹബ്ബ് തുറക്കണം ഓരോരോ കൗണ്ടികളിൽ. ഞാൻ ഒരു ലിസ്റ്റ് ഇടാം, ഡിസ്ക്രിപ്ഷനകത്ത് ഇതിൻ്റെ ലിങ്ക് ഇടാം, നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ അവർക്ക് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുക, അവർക്ക് ഈ ലിങ്ക് കൊടുക്കുക. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് കുറേ അതിനകത്ത് പറയേണ്ട വിശേഷങ്ങളുണ്ട്. നിങ്ങളുടെ പേരെന്തുവാണ്, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നു, നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തുവാണ്, എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നപ്പോൾ ഒരു ഇമെയിൽ ഫോർമാറ്റ് ഉണ്ട്. ആ ഇമെയിൽ ഫോർമാറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ എഴുതാം. അത് വെച്ച് നിങ്ങളൊരു ഇമെയിൽ അയക്കുക ഇവർക്ക്, അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അവർ നിങ്ങളെ സഹായിക്കും അടുത്ത ജോലി കണ്ടുപിടിക്കാൻ. ഇത് ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ കാര്യം അല്ല പറയുന്നത്, ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്. ഇവിടെ വന്നിട്ട് ജോലി നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുടെ കാര്യമാണ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ദയവ് ഇത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഗവൺമെൻറ് ഇങ്ങനൊരു സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിന് ഫണ്ടിങ്ങും ഉണ്ട്. അതാണ് ഏറ്റവും വലിയ കൗതുകം. മറ്റേവർ ചുമ്മാ ഒരു ചാരിറ്റി പോലെ അവിടെ ഇവിടെ തുറന്നു വെക്കുകയല്ല ചെയ്യുന്നത്. ഗവൺമെൻറ് സീരിയസ് ആയിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ പോവാണ്. ഇതിനോട് കൂട്ടി വായിക്കണം. ഇങ്ങനെ അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ശരിക്കും നിങ്ങൾക്ക് ചെയ്യുന്ന സർവീസ് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കും. അടുത്ത സ്പോൺസർഷിപ്പ് ഉള്ള ഹോം എവിടെയാണോ അല്ലെങ്കിൽ സ്പോൺസറെ അവർ കണ്ടുപിടിച്ച് തരും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അങ്ങോട്ട് പ്ലേസ് ചെയ്യപ്പെടും ആ ജോലിയിലേക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു വിസ കിട്ടും. നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരത്തില്ല. നാട്ടിൽ പോയി ഒത്തിരി ആൾക്കാരുണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക്, അതുകൊണ്ട് എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ടി വരത്തില്ല. രണ്ട്, ഈ പറഞ്ഞ ജോബ് സെക്യൂരിറ്റി നിങ്ങൾക്ക് കിട്ടും. ഗവൺമെൻറ് കണ്ടുപിടിച്ചത് സ്പോൺസറാണ്. ഇനി അതിനകത്ത് കെയർ ഹോമിന് കളിക്കാനൊന്നും പറ്റത്തില്ല, ഇടയ്ക്ക് ഏജൻറ്റിന് കളിക്കാൻ പറ്റത്തില്ല. നിങ്ങളിനി അതിനകത്ത് ആർക്കും നിങ്ങളുടെ കുറ്റം കാണിച്ച് പുറത്താകാൻ നോക്കുക, അത് നിങ്ങളുടെ കയ്യിരിപ്പ്. അതല്ലാത്തടത്തോളം നിങ്ങളെ ആർക്കും പുറത്താക്കാനൊന്നും പറ്റത്തില്ല. സെക്യൂർഡ് ആയിട്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടി, PR വരെ നിങ്ങളുടെ ജീവിതത്തിന് സ്വസ്ഥമായി. മൂന്ന്, നിങ്ങൾക്ക് ഈ പറഞ്ഞ അതായത് മറ്റുള്ള ഉടായ്പ ഹോമുകൾക്കകത്ത് പോലെ ക്യാഷ് ഇൻ ഹാൻഡായിട്ട് ഞാൻ ഇത്ര രൂപ കയ്യിൽ തരും, ബാക്കി ഞാൻ നിൻ്റെ വിസയുടെ ലെറ്റർ കാണിച്ചത് 10 മിച്ചമാണ് നിൻ്റെ സാലറി കാണിച്ചിരുന്നത്, അതേ ഞാൻ ബാങ്ക് അക്കൗണ്ടിൽ തരത്തുള്ളൂ. അപ്പം അല്ലെങ്കിൽ അതേ ഞാൻ നിനക്ക് സാലറിയായിട്ട് തരത്തുള്ളൂ. എന്നാൽ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് 12, 13 ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവന് കൊടുക്കില്ല. കാരണം ഇവൻ വന്നത് അടിമപ്പണിക്ക് വന്ന രണ്ടാം കൂടിയാണല്ലോ, അവർ കൊടുക്കില്ല. ഇത്തരം കളികളൊന്നും ഈ ഗവൺമെൻറ് കണ്ടുപിടിച്ചിരുന്ന സ്പോൺസേഴ്സിന് ഉണ്ടാകത്തില്ല. അവർ ഗവൺമെൻറ് എന്താണോ ഫോളോ ചെയ്യുന്നത് അതേ റൂൾ തന്നെ അവരെല്ലാവർക്കും കൊടുക്കും. അതായത് 12.82 ഈ മുതൽ ഏപ്രിൽ 9 മുതലുള്ള സാലറി എങ്കിൽ നിങ്ങൾക്കും അത് തന്നെ കിട്ടും. അങ്ങനെ ഒരു ഫുള്ളി ബെനിഫിഷ്യൽ പാക്കേജാണിത്. തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് എല്ലാവർക്കും. അല്ലെങ്കിലും അതായത് എല്ലാവർക്കും ഇത് ആവശ്യമുള്ള വാർത്തയായിരിക്കില്ല, എല്ലാവർക്കും ഇതിനകത്ത് അറിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനും കാണത്തില്ല. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഡീൽ ചെയ്യുന്ന പല കേസുകൾക്കകത്തും ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാര്യം. ഇങ്ങനൊരു വസ്തു അധികം പേര് വീഡിയോ ചെയ്യുന്നുമില്ല. അതെന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല. ചിലപ്പം റീച്ചൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കാം. കാരണം ഇത് ഒത്തിരി പേര് ജോലി തേടി ഇവിടെ നടക്കുന്നൊന്നുമില്ല. അല്ലെങ്കിൽ ഒത്തിരിയേറെ ആൾക്കാർ, നമ്മൾ ഇറങ്ങുന്ന ആൾക്കാർ മൊത്തം അയ്യോ എൻ്റെ ജോലി പോയതെന്ന് നടക്കുകയൊന്നുമല്ല. അപ്പം ഓട്ടോമാറ്റിക്കായിട്ടും ഇത്തരം വീഡിയോകൾ ചിലപ്പം വലിയ റീച്ചൊന്നും കിട്ടത്തില്ലായിരിക്കും. ബട്ട് സ്റ്റിൽ ഏതെങ്കിലും ഒരു ആവശ്യക്കാരൻ കാണും, ഏതെങ്കിലും ഒരുത്തൻ കാണും എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി, ഞാൻ ഇനി ജീവിക്കണോ മരിക്കണോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഒരാൾ കാണും. ആ ആൾക്ക് ഇത് ഗുണപ്പെട്ടാൽ ഐ ആം ഹാപ്പി. ദയവ് ചെയ്ത് ഇങ്ങനത്തെ ആൾക്കാരിലേക്ക് ആ വീഡിയോകൾ എത്തിക്കുക. ഈ ഒരു ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും എല്ലാ സംഭവം ഫുൾ ലിസ്റ്റിംഗ് അതിനകത്തുണ്ട്. ഓരോ കൗണ്ടിക്ക് ഓരോ സ്ഥലങ്ങൾക്ക് വേണ്ടിയുള്ള ഹബ്ബുകൾ എവിടെ തുറന്നിരിക്കുന്നതും അതിനെ കോൺടാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ബാക്കിയുള്ളത് നിങ്ങൾ അങ്ങനെ പ്രൊസീഡ് ചെയ്യുക. ഇങ്ങനെയുള്ളൊരു അവസ്ഥ നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ. പിന്നെ ഇതിനോട് കൂട്ടി വായിക്കണം, ഏപ്രിൽ 9 മുതൽ കേരളമാരുടെ സാലറി മാറുന്നു. 12.82 കേരളമാരുടെ സാലറി മാറുന്നു. ഇപ്പോഴേ ചർച്ച ഓടുന്നുണ്ട് ആര് കൊടുക്കും, അത്രയൊക്കെ കൊടുക്കും. ഇത് രാജ്യം UK ആണെങ്കിൽ അത് കൊടുക്കുന്നൊരവസ്ഥ വരും. കുറച്ച് മാസങ്ങളുടെ താമസം കാണും, പക്ഷെ അവർക്ക് കൊടുത്തേ പറ്റൂ. അതങ്ങനെയാണ്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായി എന്തുകൊണ്ടാണെന്നുള്ളത്. ഇതെല്ലാം നമ്മളെ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇവിടുത്തെ ഗവൺമെൻറ് തലേ വെട്ടം വീണു. യെസ്, ഈ പറയുന്ന പർട്ടിക്കുലർ സെക്ടറിനകത്ത് ആൾക്കാർ അബ്യൂസ് ചെയ്യപ്പെട്ടു, ഭയങ്കരമായിട്ട് ബുള്ളി ചെയ്യപ്പെട്ടു, ഭയങ്കരമായിട്ട് അടിമ വേല ചെയ്യപ്പെട്ടു, അവർ വഞ്ചിക്കപ്പെട്ടു, അവർ സാമ്പത്തികമായിട്ട് അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഗവൺമെൻറ്റിന് പിടികിട്ടി.
അപ്പോൾ ഈ ലിങ്കിൻ്റെ കീഴെ തന്നെ താഴോട്ട് പറഞ്ഞിട്ടുണ്ട് മോഡേൺ സ്ലേവറിയുടെ ഉൾപ്പെടെ ലിങ്കുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കെയർ ഹോം അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജ്മെൻറ്റ് നിങ്ങളെ ബുള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ജോലി സെക്യൂരിറ്റി നിങ്ങൾക്ക് തരുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരു സിക്കോൾ പോലും വിളിക്കാൻ നിങ്ങൾക്കുള്ള അവകാശം നിങ്ങൾക്കില്ലെങ്കിൽ, അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പം പനി പിടിച്ച് വീട്ടിൽ പിറച്ച് കിടക്കുന്നവനെ വരെ 2 പാരസിറ്റമോൾ ആയിട്ട് ജോലിക്ക് കയറില്ല, നിൻ്റെ ജോലി നിന്നെ കളഞ്ഞുകളയും എന്ന് പറയുന്ന റൊമേനിയൻ മാനേജർമാരുടെ കഥയൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇതൊന്നും നടപ്പുള്ള കാര്യമില്ല. ഈ രാജ്യം ഇംഗ്ലണ്ടാണ്, അല്ലെങ്കിൽ ഈ രാജ്യം UK ആണ്. നിങ്ങൾക്ക് സിക്കാണ്, നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, നിങ്ങൾ ആർക്ക് സർവീസ് കൊടുക്കുന്നത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് അങ്ങനെ റൂൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ സിക്കോള് വെച്ചുകൊണ്ട് നമ്മൾ രാവിലെ പുട്ടുമ്പഴം പുഴുകി തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയ റൂളല്ലത്. നിങ്ങൾക്ക് അർഹമായിട്ടുള്ള അവകാശങ്ങൾ നിങ്ങൾ വാങ്ങിച്ചെടുക്കുക. അത് ആരെക്കൊണ്ട് നിങ്ങളെ ബുള്ളി ചെയ്യുന്ന ഒരുത്തരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബുള്ളി മാനേജർ മുകളിലുണ്ടെങ്കിൽ അവരെ പുറത്താക്കാൻ നിങ്ങൾക്ക് പറ്റും. അല്ലാതെ അവരാരും ഇൻഡിസ്പെൻസിബിളായിട്ട് ഞാനിവിടുന്ന് റീപ്ലേസ് ചെയ്യപ്പെടാത്തൊരു വസ്തുവായിട്ട് ജീവിക്കുന്ന വിളക്കുകാരല്ല അവനെ പുറത്താക്കാൻ പറ്റും. പുറത്താക്കാൻ കുറച്ച് മെത്തേഡുകളുണ്ടെന്നേ ഉള്ളൂ. അത് അറിയിക്കേണ്ടവരെ അറിയിപ്പിക്കേണ്ട പോലെ വർത്താനം പറഞ്ഞ് തെളിവുകൾ കൊടുത്ത് പുറത്താക്കാൻ പറ്റും. അതിനുള്ള ലിങ്കുകളും താഴെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ഞാൻ എടുത്ത ഡിസ്ക്രിപ്ഷൻ അത് എഴുതാം. ഈ മോഡേൺ സ്ലേവറിയുടെയൊക്കെ സാധനങ്ങൾക്കകത്തൊക്കെ ഒരു പ്രാവശ്യം വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ നിങ്ങളോട് കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അയ്യോ ഇങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾക്ക് സ്വയം തിരിച്ചറിവുണ്ടാവും. അങ്ങനെയൊക്കെ എന്നോട് തിരിച്ചു വിളിച്ച് പറഞ്ഞ പിള്ളേരുകളുണ്ട് വെയിൽസിൽ നിന്നൊക്കെ. കാരണം അവർക്ക് അറിയത്തുകൂടിയില്ലായിരുന്നു ഇവിടെ ഇങ്ങനെ സിക്ക് വിളിക്കാൻ പറ്റുന്നത് അത് അവരുടെ അവകാശമാണെന്നും മറ്റേണിറ്റി പേ കിട്ടേണ്ടത് അവരുടെ അവകാശമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് 4 ദിവസം അവരുടെ കോൺട്രാക്റ്റഡ് അപേക്ഷിച്ച് കഴിഞ്ഞ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്, 6 ദിവസം വർക്ക് ചെയ്യിപ്പിക്കുക. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് നിർബന്ധം പിടിക്കുക, ഇല്ലെങ്കിൽ ഓവർടൈം തരത്തില്ല, അല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങളുടെ പേയ്മെൻറ്റ് കട്ട് ചെയ്തൊക്കെയാണ് പറയുന്നത്. ആനുവല്യം തരത്തില്ല, ആനുവല്യം ക്യാഷായിട്ട് കൊടുക്കും, ആനുവല്യം തരത്തില്ല. ഇതൊന്നും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നേരത്തെ. ഇതെല്ലാം മോഡേൺ സ്ലേവറുടെ കീഴിൽ വരുന്ന, നിങ്ങളെ അടിമ വേല ചെയ്യിപ്പിക്കുവാണ് ഇവരെ. വിളിക്കേണ്ടവരെ വിളി, ഈ പറഞ്ഞ നമ്പറുകളിൽ വിളി, സംസാരിക്കേ. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിവില്ല, നിങ്ങൾക്ക് അത്ര ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്നവരെ കൊണ്ട് സംസാരിപ്പിക്കേ, നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. ദയവ് ചെയ്ത് പ്ലീസ് ബി വിജിലൻറ്റ്. ഓപ്പൺ യുവർ ഐസ്. നിങ്ങളുടെ കണ്ണ് തുറക്കെ. അല്ലാതെ ഞങ്ങൾ ഇന്ത്യയിൽ ജീവിച്ച് ഇങ്ങനെയാണ്, ഞങ്ങൾക്കിപ്പോൾ കിട്ടിയ സ്വർഗ്ഗരാജ്യം, അതുകൊണ്ട് ഞങ്ങൾ ആ സ്വർഗ്ഗരാജ്യത്തിൽ അടിയിൽ കിടന്ന് ഞങ്ങളെ ഏതവനും ഞങ്ങളുടെ തലയിൽ ചവിട്ടിക്കൊണ്ട് പൊക്കൊന്നും ജീവിക്കാതെ അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ടൊരു പുരോഗതി കിട്ടില്ല. ചോദിക്കേണ്ടത് ചോദിക്കുക. വൈ, വെൻ, വാട്ട്, വെൻ, ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ ചോദിച്ചേ പറ്റൂ. ചോദിക്കണം. തിങ്ക് ചെയ്യാത്ത ഒരുത്തിനോട് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതെടുത്ത് പറയുന്നത്. ഏതായാലും ഈ ന്യൂസ് ഇച്ചിരി നീണ്ട വീഡിയോ ആണ്. പക്ഷേ എന്താണ് ഈ കഴിഞ്ഞൊരു 3-4 വർഷം ഇവിടെ നടന്നുള്ള ഹിസ്റ്ററിയും എന്താണ് നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളും നിങ്ങൾക്കൊരു ബോധം ഉണ്ടായെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.